ഫ്രണ്ട്സ്, നമുക്കിന്ന് പാളയം കോടാങ്ക മെഴുക്ക് പുരട്ടാം. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ഇത് കണ്ടോ, ഇത് ഒരു കൊലയുടെ നുനി ഭാഗം, അതായത് മോൾ ഭാഗത്ത് നമുക്ക് കുറച്ച് ചെറിയ കാ ഉണ്ടാവുമല്ലോ, പച്ചക്ക, അതെടുത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ്. ആദ്യം ഇതിനെ ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിയിടുക. ഇട്ടിട്ട് ഇത് വേവിച്ചൂറ്റി നമുക്ക് കാണാം. പിന്നീട് ഇത് വിളഞ്ഞ കാവുമ്പോൾ ഇതുപോലെ പഴിപ്പിക്കാം. പിഞ്ചല്ല, മുകളിലുള്ള ചെറിയ പച്ചക്ക മെഴുക്ക് പുരട്ടിക്ക്. ഈ മുളക് വീട്ടിലുള്ള മുളകാണ്, കാന്താരി അല്ല. കാന്താരി പോലെ അതിൻ്റെ ഒരു തരം ഒരു വലിയൊരു മുളകാണ്. നല്ല ടേസ്റ്റാണ് ഇതും കൂടെ ഇട്ട് മെഴുക്ക് പുരട്ടിയാൽ. വാഴയ്ക്ക് അരിഞ്ഞ് 2-3 വെള്ളം കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിടുക, ഒരു 1/2 സ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിക്കുക, നിറക്ക വെള്ളം ഒഴിക്കണം. എന്നിട്ടിത് വേവിച്ചെടുക്കുക. ഇത് നമുക്ക് 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിച്ച് കോരാം. വെള്ളം വേണ്ട, കാരണം അതിൽ കറയുണ്ടാവും. അതുകൊണ്ട് ഇതിനെ ആദ്യം അരിച്ച് കോരുക. ഫ്രണ്ട്സ്, വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതൽ ധാരാളമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം, കാരണം ഇത് വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ് വരേണ്ട മെഴുക്ക് പുരട്ടിയാണ്. അതുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുകിടാം. വറ്റൽമുളക്, എന്നിട്ടിത് ഒരു 7-8 മുളക് ഞാൻ 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇടണം. ആദ്യം ഇതിനെ ഇടാം. ഉപ്പ് ചെക്ക് ചെയ്തോളണം. എനിക്ക് ചെറുതായിട്ട് ഉപ്പ് കുറവെന്ന് തോന്നി, അതുകൊണ്ട് കുറച്ച് പൊടി ഉപ്പ് കൂടി ഇടുകയാണ്. മുളക്, ഒരു തണ്ട് കറി ബീൻസ്. ഇവിടെ വേറെ എരിവില്ല, ഈ എരിവ് തന്നെയാണ്. വേറെ മുളക് പൊടി ഒന്നും ഇടത്തില്ല. ഇതിങ്ങനെ എണ്ണയിൽ നല്ല മൊരിഞ്ഞ് മൂത്തങ്ങനെ വരണം. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കുറേ സമയം അപ്പോഴപ്പോഴായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 1/2 മണിക്കൂറായപ്പോൾ കണ്ടോ, മൂത്ത് നല്ല മൊരിഞ്ഞ് ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയി എണ്ണയിൽ. നല്ല അടിപൊളി മെഴുക്ക് പുരട്ടി റെഡിയായി. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, നന്നായിട്ടുണ്ടാവും. പച്ച മോരും കൂട്ടി ഈ മെഴുക്ക് പുരട്ടിയും വെച്ച് ഉണ്ണാൻ സൂപ്പർ നന്നായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.